ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിലബസ് ആണ്. ഗ്രേഡ് 1 സിഗ്നലിൻ്റെ സിലബസ് ആണ്. നിങ്ങൾക്കറിയാം ടെക്നീഷ്യൻ പോസ്റ്റിൽ ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അതേപോലെ BSc കഴിഞ്ഞ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല വേക്കൻസി, ഓരോ റീജിയൻസിൽ അത്യാവശ്യം വേക്കൻസി ഒക്കെ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു സിലബസും എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നടന്ന ഈ ഒരു ടെക്നീഷ്യൻ സിലബസ് നോക്കുമ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ടെക്നീഷ്യൻ എക്സാംസിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. CBT 1 അതേപോലെ തന്നെ CBT 2 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ 2 സ്റ്റേജസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. CBT 1 ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ CBT 2 ഉണ്ടായിരുന്നു. ഓക്കെ, ഈ CBT 2-ൽ തന്നെ 2 സെക്ഷൻ ഉണ്ടായിരുന്നു. പാർട്ട് A വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ പാർട്ട് B വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പാർട്ട് Aയും വന്നിട്ടുണ്ട്, പാർട്ട് Bയും വന്നിട്ടുണ്ട്. ഇതിൽ പാർട്ട് B എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നാച്ചർ ആയിരുന്നു അല്ലേ. അതായത് നിങ്ങൾ ഏത് ട്രേഡ് ആണോ സെലക്ട് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം പാർട്ട് എന്റെ സ്കോർ പരിഗണിച്ചുകൊണ്ട് ടെക്നീഷ്യന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായിരുന്നു രീതി. എന്നാൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ടയർ എന്ന് പറയുന്ന പ്രോസസ്സ് എൻറ്റയർലി എവിടെ ഇല്ല, നമ്മുടെ ടെക്നീഷ്യന്റെ നിലവിലുള്ള, അതായത് 2024 നടക്കാൻ പോകുന്ന ടെക്നീഷ്യൻ എക്സാമിൽ ഒറ്റ ടയർ എക്സാമിനേഷൻ ആണ്. ഒരേ ഒരു എക്സാം മാത്രം, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരൊറ്റ ടയർ എക്സാമിനേഷൻ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. ടയർ 2-ന് കുറച്ചുകൂടി ഹാർഡായിട്ട് പഠിക്കാമെന്നുള്ളൊരു രീതിയിലായിരിക്കരുത് നമ്മുടെ പ്രിപ്പറേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, ടയർ 1-ൻ്റെ അതല്ലെങ്കിൽ ആ CBT ഒരൊറ്റ എക്സാം ആയതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ടോട്ടൽ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. 90 മിനിറ്റ്സ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് മാർക്സും 100 ആയിരിക്കും. ഓക്കെ, 100 മാർക്സിന്റെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഓരോ മാർക്കുള്ള 100 ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ 90 മിനിറ്റ്സ് ആണത്. അപ്പോൾ 1.5 അവേഴ്സിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതായത് ലെസ് ദാൻ 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there shall be negative marking for 1/3. 1/3 ആയിരിക്കും അവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ടാവുക. നോർമലൈസേഷൻ ഓഫ് മാർക്സ് വിൽ ബി ഡൺ ഫോർ CBT ഹെൽഡ് ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയട്ടോ, അടുത്തൊരു പോയിന്റ് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി ഡിസ്കസ് ചെയ്യാം. കാരണം ഈ നോർമലൈസേഷനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളും കൂടിയാണ് കേട്ടോ. യെസ്, എൻ്റെ കാര്യം പറഞ്ഞുതരാം. ദെൻ മിനിമം പാസ് പെർസെൻറ്റേജ് ഫോർ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിയിൽ 40%, അതേപോലെ OBCയിൽ 30%, SCയിൽ 30, STയിൽ 25. Okay, the percentage may be relaxed by 2% for PWBD candidate in case of shortage എന്നാണ്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുക എന്താണ്, ഈ ഒരു ക്വാളിഫയിങ് മാർക്ക് അല്ലെങ്കിൽ 40% വാങ്ങിയാൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ജോബ് ലഭിക്കും, അല്ലെങ്കിൽ 30% കിട്ടിക്കഴിഞ്ഞാൽ OPC നോൺ ക്രീമിലെയറിലുള്ള ആളുകൾക്ക് ജോബ് കിട്ടും എന്നുള്ള രീതിയിലാണോ? ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ. അതായത് ഇത് അവർ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് ഒക്കെ എന്തായാലും അതിൽ കൂടുതൽ തന്നെ വരുള്ളൂ അല്ലേ. അപ്പോൾ അവർ എന്താണ് അതെങ്കിലും മിനിമം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരിക്കലും എന്തല്ല, അത് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് ജോബ് കിട്ടുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതിനേക്കാൾ ഉയർന്ന മാർക്ക് തന്നെയായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരുന്നുണ്ടാവുക, അതിൽ യാതൊരു സംശയമില്ല അല്ലേ. കാരണം ഒറ്റ ടയർ എക്സാമിനേഷനും കൂടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. നോർമലൈസേഷൻ ഓഫ് മാർക്സ്, അതായത് മാർക്സിന്റെ നോർമലൈസേഷൻ എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. RRBയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണ്, കുറേ ഷിഫ്റ്റുകളിലായിട്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ടായിരിക്കും ഈ എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാ ഷിഫ്റ്റിലും ഒരുപോലെ ആയിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക? ഒരിക്കലും അല്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഒരു 3 ഷിഫ്റ്റ് കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഒരു 3 ഷിഫ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഷിഫ്റ്റ് 1, അതേപോലെ ഷിഫ്റ്റ് 2, അതേപോലെ ഷിഫ്റ്റ് 3. ഇങ്ങനെ 3 ടയേഴ്സ് ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 3 ദിവസങ്ങൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഷിഫ്റ്റ് 1-ൽ ഒരാൾ എക്സാം എഴുതി കഴിഞ്ഞ ഒരാൾ പറയാണ് അയാൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു എക്സാം. അയാൾ മാത്രമല്ല പറയുന്നത്, ആ എക്സാം എഴുതിയതിൽ ഭൂരിഭാഗം ആളുകളും പറയാണ് വളരെ ഈസി ആയിരുന്നു, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 70 മാർക്കൊക്കെ ആവറേജ് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, ഒരു 70 മാർക്സ് ഒക്കെ വന്നു.
കുറെ പേർക്കും 70 വന്നു. ഷിഫ്റ്റ് 2-ൽ നോക്കുമ്പോഴോ നേരെ ഓപ്പോസിറ്റാ, നല്ല ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, എല്ലാവരും വെള്ളം കുടിച്ചു പോയൊരു എക്സാമിനേഷൻ ആണ്. ആ ഷിഫ്റ്റിലുള്ള ആളുകൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 50 മാർക്കാണെന്ന് വിചാരിക്കുക, ഒരു 50 മാർക്കാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നല്ല ടഫ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നടന്നത്. ഷിഫ്റ്റ് 3 ആണെങ്കിൽ ഒരു മോഡറേറ്റ് എക്സാമിനേഷൻ ആണ് ഷിഫ്റ്റ് 3 നടന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരേ എക്സാമിനേഷന് ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്ത സമയത്ത് പല പല രീതിയിലുള്ള മാർക്സാണ് വന്നിട്ടുള്ളത്. അതിന്റെ കാരണം ആ ഷിഫ്റ്റുകൾ എന്താണ്, ഡിഫറെന്റ് വേരിയേഷൻസ് വന്നു, ഡിഫിക്കൽട്ടി ലെവൽ വേരിയേഷൻസ് വന്നു അല്ലേ. അപ്പൊ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി സാധാരണ ചെയ്യാറുള്ളത് ഈ ഷിഫ്റ്റ് 1-ലുള്ള ആളെ മാർക്ക് ഒരു 10 മാർക്ക് കുറയ്ക്കും. അതേപോലെ ഷിഫ്റ്റ് 2-ലുള്ള ആളെ മാർക്ക് എന്ത് ചെയ്യും, ഒരു 10 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഷിഫ്റ്റ് 3-ൽ വിത്തൗട്ട് ചേഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് സംഭവിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, എല്ലാവരുടെയും മാർക്ക് ഒരു ആവറേജ് മാർക്ക് സെയിം ആയിട്ട് വരികയാണ് അല്ലേ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ഒരു 90 മാർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാൻ പോകുന്നത് ഒരു 30 വെച്ചിട്ടൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. കാരണം അത് നോർമലൈസേഷന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. നല്ല എളുപ്പമാണെങ്കിൽ മാർക്ക് എന്തായാലും കുറയും. ടഫ് എക്സാമിനേഷൻ ആണ് എഴുതുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് കൂട്ടിക്കോളി, നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. സോ ആ നോർമലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പറ്റീഷനിൽ നിങ്ങൾ സ്കോർ ടാർഗറ്റ് ചെയ്യേണ്ടത് ഫുൾ മാർക്ക് തന്നെയാണ്. 100 മാർക്സ് തന്നെ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം RRBയുടെ എക്സാം എഴുതിയ സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചില ഷിഫ്റ്റിലൊക്കെ ആളുകൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ അവർക്ക് തന്നെ ഒരു പേടിയായി, ഒരു 70 കിട്ടിയപ്പോൾ മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് നോക്കുമ്പോൾ അതിലൊക്കെ കുറവാണുള്ളത്, എന്നാൽ പിന്നെ കൂടുതലൊന്നും എഴുതണ്ട എന്നുള്ള കാര്യം വെച്ചിട്ട് അവർ കൂടുതൽ റിസ്ക് എടുത്തില്ല. എന്നാൽ ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റിലുള്ള ആളുകൾ അവർക്ക് അത്രയൊന്നും കിട്ടിയതുമില്ല. പക്ഷേ ആ ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റിലുള്ള ആളുകൾക്ക് നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കൂടി. ആ സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മളെ കയ്യിലല്ല കാര്യം. ബട്ട് ഏത് ഷിഫ്റ്റ് ആണോ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദ മാർക്ക് സ്കോർ ഇൻ CBT ഷാൽ ബി കൗണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ് എന്നാണ് അല്ലേ. ആ ഒരു മാർക്ക് മാത്രമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേഡ് 1 സിഗ്നൽ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 5 ടോപ്പിക്കുകളാണ് ഈ എക്സാമിന് വരുന്നത്. ജനറൽ അവയർനെസ് വരുന്നുണ്ട്, അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അങ്ങനെ 5 ടോപ്പിക്കിലായിട്ടാണ് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. എല്ലാത്തിനും ഒരേ വെയിറ്റേജ് അല്ല. ജനറൽ അവയർനെസ്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് നിന്ന് 15 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിൽ നിന്ന് 20 മാർക്ക്, മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്ക്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് 35 മാർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ 100 ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇതിൽ ഓരോ സിലബസ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ വെയിറ്റേജ് ഒരു അല്പം കുറവുള്ളത് ജനറൽ അവയർനെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. വെയിറ്റേജ് കൂടുതലുള്ളത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. നല്ല വെയിറ്റേജ് വന്നിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് നമ്മൾ പറഞ്ഞില്ലേ 10 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. പക്ഷെ എന്നാലും നല്ലോണം പഠിക്കാനുണ്ട് കേട്ടോ. 10 മാർക്ക് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ള കൂടി ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ. അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നോളേജ് ഓഫ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേപ്പർ റീഡിങ്ങും അതൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അത് എക്സാമിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ. ഡെയിലി എന്ത് ചെയ്യുക, ഒരു ½ ആൻ അവർ ഒക്കെ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം. ദെൻ ഇന്ത്യൻ ജോഗ്രഫി അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട് അല്ലേ. കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വളരെ എന്താ പറയുക ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. അതേപോലെ ഇന്ത്യൻ പോളിറ്റി വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി, എൻവിറോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, സ്പോർട്സ് അല്ലേ, സ്പോർട്സിൽ റീസെന്റ് ആയിട്ട് നടന്ന ഇവന്റ്സുകൾ, അതിൽ വിൻ ചെയ്ത ആളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, അപ്പൊ അത് നോബൽ പ്രൈസിന്റെ അങ്ങനത്തെ ഒക്കെ അല്ലേ ചില ഇവന്റ്സുകളിൽ നോബൽ പ്രൈസ് അതിൽ വിൻ ചെയ്യുന്ന ആളുകൾ, ഓരോ കാറ്റഗറിയിൽ വിൻ ചെയ്യുന്ന ആളുകൾ. സോ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പം കറണ്ട് അഫയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്കാർ അവാർഡ്സ്, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇവന്റ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഏരിയയാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ALP ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ഏത് എക്സാമിനേഷൻ ആണെങ്കിലും അതിൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്.
അപ്പോൾ അവിടെ വരുന്നത് അനലോഗീസ് വരുന്നുണ്ട്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് വരുന്നുണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒക്കെ അല്ലേ. ഇപ്പോൾ ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ ഒരു കോഡ് ഇതാണ്, അങ്ങനെയാണെങ്കിൽ വേറൊരു വേർഡിന്റെ കോഡ് എന്തായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ലേ. അതേപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, അതേപോലെ സിലോഗിസം, ജംബ്ലിങ്, വെൻ ഡയഗ്രം, അതേപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താണ്ടല്ലോ, ആൻഡ് സഫിഷ്യൻസി, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയകളാട്ടോ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എൻട്രി ആപ്പിൽ തരുന്ന വീഡിയോ കണ്ടന്റ്സുകൾ കൃത്യമായിട്ട് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രാക്ടീസിലൂടെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദെൻ കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനാലിറ്റിക് റീസണിങ്, ക്ലാസിഫിക്കേഷൻ, ഡിറക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ്, അതിൽ ആർഗ്യുമെന്റ് ആൻഡ് അസംഷൻ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പൊ ജനറൽ അവയർനെസ്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ മൊഡ്യൂളിലുള്ളത്. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് മൊഡ്യൂളിലേക്ക് പോകാം. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സിലബസിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. കാരണം ഇതൊക്കെ ഒരു പക്ഷെ അത്രയും ഫെമിലിയർ ആയിട്ട് നമ്മൾ ഒരു ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇല്ലേ, ഇപ്പൊ നമ്മൾ കീബോർഡ്, മോണിറ്റർ, മൗസ് അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ച്. ദെൻ സ്റ്റോറേജ് ഡിവൈസ്, റാം, റോം ഒക്കെ ഉണ്ട് അല്ലേ. നെറ്റ്വർക്കിംഗ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ലിനക്സ്, വിൻഡോസ്, ദെൻ യുനിക്സ്, ഉബുണ്ടു ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഉബുണ്ടു അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേരിയസ് ഡേറ്റ റെപ്രസെൻറ്റേഷന്, ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ, വെബ്സൈറ്റ്സ്, ദെൻ വെബ് ബ്രൗസേഴ്സ്, കമ്പ്യൂട്ടർ വൈറസ്, അതേപോലെ കമ്പ്യൂട്ടർ വൈറസസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലും അത്യാവശ്യം ഡെപ്തിൽ, അതായത് ഏറ്റവും വെയിറ്റേജ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒന്ന് തന്നെയാണ് മാത്തമാറ്റിക്സ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇത് നല്ല വെയിറ്റേജ് ഉണ്ട്. നോക്കിയാൽ നല്ല ഡെപ്തിൽ നല്ല സിലബസും തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്പർ സിസ്റ്റം, വേരിയസ് നമ്പർ സിസ്റ്റങ്ങൾസ് നമുക്ക് പഠിക്കാനല്ലേ അല്ലേ. റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ ആ നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. അതേപോലെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. ബോർഡ് മാസ് റൂൾ ഇല്ലേ, അതായത് ഡിവിഷനും അഡീഷനും വന്നാൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്, സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വന്നാൽ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിക്കണം അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അറിയാലോ, ax² + bx + c = 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, -b ± √b² - 4ac/2a ആണ് അല്ലേ. ദെൻ അരിത്മാറ്റിക് പ്രോഗ്രഷൻ അല്ലേ, അതിൽ ജനറൽ ടേം, സം ഓഫ് n ടേംസ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട് അല്ലേ. ദെൻ സിമിലർ ട്രയാങ്കിൾസ്, പൈതഗോറസ് തിയറം അല്ലേ, പൈതഗോറസ് തിയറം, കോർഡിനേറ്റ് ജോമെട്രി, ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്. അവിടെയൊക്കെ ഡിസ്റ്റൻസ് ഫോർമുല അങ്ങനെയൊക്കെയുള്ള സെക്ഷൻ ഫോർമുല ഒക്കെയാണ് അവിടെ അറിയേണ്ടത്. ദെൻ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ്, ടി റേഷ്യോസ്, അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അങ്ങനെയുള്ള ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് അവിടെ പഠിക്കാനുണ്ട്. ദെൻ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാനുണ്ട്. സർഫസ് ഏരിയ ആൻഡ് വോളിയം പഠിക്കാനുണ്ട്. ദെൻ സെറ്റ്സ്, എന്താണ് സെറ്റ്, അതേപോലെ സെറ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് രണ്ട് റെപ്രസെന്റേഷൻ ആണ്, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം ആണ് അല്ലേ. അതിന്റെ കൺവേർഷൻസുകൾ, എം ടി സെറ്റ്, അതൊക്കെ ടൈപ്സ് ഓഫ് സെറ്റ്സിൽ വരുന്ന കേട്ടോ. എം ടി സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്, സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ദെൻ യൂണിവേഴ്സൽ സെറ്റ്, വെൻ ഡയഗ്രാം, യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെഷർ ഓഫ് ഡിസ്പേർഷൻ വരുന്നുണ്ട് കേട്ടോ. മെഷർ ഓഫ് ഡിസ്പേർഷൻ, അതിൽ തന്നെ റേഞ്ചും, മീൻ, ഡീവിയേഷനും, വേരിയൻസും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് അല്ലേ, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ്. അത് ഏതിലൊക്കെ വരുന്നുണ്ട്, അൺഗ്രൂപ്ഡിലും വരുന്നുണ്ട്, ഗ്രൂപ്ഡിലും വരുന്നുണ്ട്. ഇതൊക്കെ ക്ലാസ് 11 മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും അല്ലേ. ദെൻ പ്രോബബിലിറ്റി ഒക്കറൻസ് ഓഫ് ഇവന്റ്സ്, എക്സോസ്റ്റീവ് ഇവന്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, ഇത്രയും കാര്യങ്ങൾ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, P of A ഇന്റർസെക്ഷൻ B 0 ആയിട്ടുള്ളത് അല്ലേ, അതായത് കോമൺ ആയിട്ട് ഒന്നും വരാത്തത് അല്ലേ. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, അതായത് ഈ എക്സാമിനേഷനിൽ ഒരു റാങ്ക് ഡിസൈഡർ ആയിട്ട് മാറാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തരികയും ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലെ ഫണ്ടമെന്റൽസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, ദെൻ മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി, സ്പീഡ്, വെലോസിറ്റി,
ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കേണ്ടത്. അതിനൊക്കെ എന്താണ് ഇക്വേഷൻസുകൾ, അതിൻ്റെ എന്താ പറയുക ഡയമെൻഷൻ ഫോർമുലാസ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ദെൻ ഇലക്ട്രിസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ ടോപ്പിക് വരുന്നുണ്ട്? മാഗ്നറ്റിസം, ഇലക്ട്രിക് ചാർജ്, ഫീൽഡ്, ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്സ്, കണ്ടക്ടേഴ്സ്, നോൺ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ ബിടെക് ബേസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ടോപ്പിക്ക്, ബിടെക്കിൽ അത്യാവശ്യം ബേസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ടോപ്പിക്കൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഓംസ് ലോ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ടിൽ അതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷൻ, സിമ്പിൾ പ്രോബ്ലങ്ങൾ, ഡെപ്ത് ഉള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ദെൻ സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി ഉണ്ട് അല്ലേ? യെസ്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എനർജി ആൻഡ് പവർ. ദെൻ ആംബിയേഴ്സ് ലോ പഠിക്കാനുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ മൂവിങ് ചാർജ് പാർട്ടിക്കിൾ ആൻഡ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാനുണ്ടല്ലേ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, whenever magnetic flux linked with a coil changes an EMF is induced അല്ലേ? അത് നമുക്കറിയാലോ, നമുക്ക് ആ ഒരു ലോനെ കുറിച്ചും അതിന്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോണിക് ആൻഡ് മെഷർമെന്റ്, അതേപോലെ ബേസിക് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇതൊക്കെ ഒരു സിമ്പിൾ ടോപ്പിക് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. ഒറ്റ സെന്റൻസിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, മൈക്രോ കൺട്രോളേഴ്സ്, മൈക്രോ പ്രോസസ്സ്, ഇലക്ട്രോണിക് മെഷർമെന്റ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, LCD, LED പാനൽ, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് വരുന്നുണ്ട് അല്ലേ? സോ എനിവേ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എക്സാംസിൽ സിലബസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ സമയത്താണ് മനസ്സിലാവുക നന്നായിട്ട് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണെങ്കിലും അത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ് നന്നായിട്ട് നോക്കാണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഒക്കെ എല്ലാം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസോ സെക്കൻഡ് ടയർ എക്സാമിനേഷനോ ഇല്ല. ടയർ 1 എക്സാമിനേഷനിൽ മാക്സിമം സ്കോർ ചെയ്ത് മികച്ച ഒരു പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. ഓക്കെ, സോ നന്നായിട്ട് സ്കോർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.